കലവറസ്ഥാനം അവരെ പ്രമേൽപ്പിക്കാൻ തിരുവത്സാഹം ചെയ്തവരും അഗ്നിമയന്മാരും ആത്മയന്മാരുമായ അനേകായിരം വസതികളിലും ശുശ്രൂഷകളിലും ഇഷ്ടപ്പെടുന്നതിനേക്കാൾ തന്റെ തൃക്കൈയുടെ മനസ്സിലാകുന്ന നമ്മുടെ ശുശ്രൂഷകളിലും ആരാധനകളിലും അധികം പ്രിയപ്പെടുന്നവരുമായ ദിവസങ്ങളുടെ നാഥനും സാക്ഷാൽ നമ്മുടെ നിത്യപുരോഹിതനും ഞാൻ എവിടെയായിരിക്കുമോ അവിടെ ശുശ്രൂഷക്കാരനിരിക്കുമെന്ന് ചെയ്തവരുമായ തന്റെ അടുക്കിലേക്ക് വാങ്ങിപ്പോയിരിക്കുന്ന ദാസന്റെ ശവസംസ്കാര ശുശ്രൂഷയുടെ നാഥനും നമ്മുടെ ആയുസ്സിലെല്ലാ ദിവസങ്ങളിലും സ്തുതി ബഹുമാനം വന്ദനവും യോഗ്യമായിരിക്കുന്നു. നിന്റെ ജനത്തിന് ശുശ്രൂഷയ്ക്കും ഗൃഹനിർമ്മാണത്തിനുമായി സഭയിൽ മേൽപ്പട്ടക്കാരെയും പട്ടക്കാരെയും നീ നിയമിച്ചു. നിന്റെ നന്മകൾക്ക് അവരെ നീ നിറച്ചു, അവരെ നീ ബഹുമാനിച്ചു, ശ്രേഷ്ഠപ്പെടുത്തി. സ്വർഗീയ ഭണ്ഡാരത്തിന്മേൽ വിചാരകരാക്കി നിന്റെ രക്തത്താൽ സമ്പാദിച്ചിരിക്കുന്ന ആട്ടിൻകൂട്ടത്തെ മേൽപ്പാനായി ഇടയന്മാരാക്കി അവരെ നീ വിളിച്ചാക്കി. സത്യത്തിന് വചനത്തെ നേരായി ഭാഗിച്ചു കൊടുക്കാനും നിന്റെ ആട്ടിൻകൂട്ടത്തിന്റെ സകലത്തിലും ഉത്തമ ദൃഷ്ടാന്തകരായിരിക്കാനും നിന്റെ പരിശുദ്ധമായ അവരെ നീ അഭിഷേകം ചെയ്തു. അവരെ വിശ്വസ്തരം തന്നെ നിര്യാസത്തെ അവരെ ധന്മേൽപ്പിച്ചു. കർത്താവേ, ഞങ്ങൾ സ്തോത്രം നിന്നെ വന്ദിക്കുന്നു. ഇപ്പോഴും കർത്താവേ, ഇവിടെയുള്ള സഭയിൽ നിന്ന് വാങ്ങിപ്പോവുകയും അരിഷ്ടതയുടെ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടതിന്റെ അടുക്കിലേക്ക് എടുത്തോടുകയും ചെയ്തിരിക്കുന്നതിന്റെ കർത്തൃത്വ ശുശ്രൂഷക്കാരൻ ഞങ്ങളുടെ സഹോദരനുമായി നിന്റെ ദാസന്റെ സംസ്കാര ശുശ്രൂഷയിലേക്ക് അവരുടെ ആയുഷ്കാലം മുഴുവൻ അനുഭവിച്ചിട്ടെല്ലാം നന്മകൾക്ക് മനുഷ്യർക്ക് വേണ്ടി നന്ദിയോടെ നൽകി സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ ഭക്തന്റെ രക്തത്താൽ കഴുകപ്പെട്ടു അവന്റെ നീതിയാൽ നീതിക്കപ്പെട്ടുകൊണ്ടതിന് മുൻപാകത്തെ ആത്മാവിന്റെ കഴുത്തിനെ കുലുക്കി തന്റെ ജനത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നിന്റെ ദിവ്യജ്ഞാനത്തിൽ പലരെയും പ്രകാശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവരെ പുറമേയുള്ള അധികാരത്തിൽ വസിക്കാൻ നീ കൈവിടുകയില്ലെന്നും ജീവന്റെ രക്ഷയെ വചനങ്ങളെ ഘോഷിക്കുകയും വിശുദ്ധാത്മാവിന്റെ ദിവ്യസംഗതികളെ പാടുകയും ചെയ്തിട്ടുണ്ട്. ഇവരുടെ നാവിനെ മൗനമാക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ ശരീരങ്ങളെ ഭാഗിച്ചു കൊടുത്തുള്ളവരുടെ കൈകളെ കഠിനവേദനകളാൽ ബന്ധിക്കുകയില്ലെന്നും നിന്റെ വിശുദ്ധ മധുരമായി രക്ഷപ്പെട്ടിട്ടുള്ളവരുടെ കാലുകൾ തീക്കനുകളിന്മേൽ ചവിട്ടുന്നതിനിടയാക്കുകയില്ലെന്നും നിന്റെ മൗനങ്ങളെ ഗ്രഹിക്കുകയും നിന്റെ ദിവ്യരഹസ്യങ്ങളെ ശുശ്രൂഷിക്കുകയും ചെയ്ത ദാസനെ നിത്യാഗ്നിയിലെ വേദനകൾക്ക് കരച്ചിൽ വിട്ടുകൊടുക്കുകയില്ലെന്നും എന്നാലോ നിന്റെ ദിവ്യവചനങ്ങളുടെ സത്യത്തിൽ പ്രകാരം നാശത്തിനോർമ്മമാനും വിതയ്ക്കപ്പെടുന്ന ഈ ഹീന ശരീരത്തെ മരണമില്ലാത്തതും ആശമില്ലാത്തതുമാണോ ഹൃദയശരീരമായി രൂപാന്തരപ്പെടുത്തുകയും നിന്റെ വിശ്വസ്തദാസന്മാരോടും ഉത്തമ കലവറക്കാരോടും കൂടെ വിശ്വാസമായി ഭരണത്തിലുള്ള താലന്തികളെ ലാഭത്തോടുകൂടി നിരസനയിൽ സമർപ്പിക്കുമെന്നും അവിടെയുള്ള സന്തോഷത്തിനും നിത്യപ്രബോധങ്ങൾക്കും അവരായി തീരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, ജീവനോടെ ശേഷിക്കുന്നവരായ ശുശ്രൂഷകരായ ഞങ്ങൾ നാലുപേരിൽ മാത്രം ഞങ്ങളുടെ ആയുസിൽ ദുരിതത്തെയും മാറ്റപൂർവ്വം തുല്യമായി ഞങ്ങൾ ജീവന്റെ അനിശ്ചിതാവസ്ഥയും എല്ലായ്പ്പോഴും ഓർത്തുള്ളവരോട് ശ്രദ്ധിപ്പാനും ഞങ്ങളുടെ ശുശ്രൂഷയെ നിറമിയായി ഞങ്ങൾക്ക് ക്രമം നൽകണമേ. ഞങ്ങളുടെ വിചാരത്തെ ഭരണേൽപ്പിക്കപ്പെട്ടിരിക്കുന്ന നിന്റെ ആട്ടിൻകൂട്ടത്തെ പോഷിപ്പിക്കുന്നതിനും ആട്ടിൻകൂട്ടത്തെ ചിന്തിക്കുന്ന കൊടിയ ചെന്നായ്ക്കളാകുന്ന കള്ള ഉപദേശങ്ങളായ ചരിപ്രയോഗത്തിൽ നിന്നും വഞ്ചനകളിൽ നിന്നും അവയെ സൂക്ഷിക്കുന്നതിനും ഉത്സാഹമുള്ളതായിരുന്നു. ജീവന്റെ വഴിയിലൂടെ തന്നെ നടത്തിക്കൊണ്ടു പോകുവാൻ നാശവഴിയിൽ വരുന്നോടുന്ന അനേകർക്ക് നിന്റെ രക്ഷയുടെ സുവിശേഷത്തെ സ്നേഹപൂർവ്വം സുവിശേഷിപ്പാനും ഞങ്ങളെ നിന്റെ സഭയിലെ എല്ലാ ശുശ്രൂഷക്കാരെയും ജാഗ്രതയും വിശ്വസ്തയും ഉള്ളവരാക്കി തീർക്കണമേ. ജയപ്രാപിച്ചവരുടെ സ്വർഗീയ സഭയിലെ ശുശ്രൂഷാസ്ഥാനങ്ങളിൽ ഞങ്ങൾ ആരോഗ്യന്മാരായി നടപ്പെടരുത്. നിന്റെ കന്യാങ്ങളെ കടാക്ഷിച്ച് നിന്റെ മഹാശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തിന് ഞങ്ങളെ അർഹരാക്കണമേ. പൂർണ്ണതയുള്ളതും പരിപൂർണതയുള്ളതുമായ യാഗങ്ങളെ ആത്മീയ യാഗങ്ങളെ ഞങ്ങൾ അർപ്പിക്കുമാറാകണമേ. സ്വർഗത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ സംഘത്തിൽ ചേർന്ന അവരോടുകൂടെ ആത്മീയ ഗാനങ്ങളാൽ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധരുമായും സ്തുതിയും സ്തോത്രവും ഇപ്പോഴും സർവ്വകാലം കരയറ്റുവാൻ ചെയ്യാൻ ഞങ്ങളെ യോഗ്യരാക്കി തീർക്കുകയും
രഹസ്യങ്ങളും പരസ്യമാക്കുകയും ചെയ്യുന്നതായ നിന്റെ ന്യായവിധിയുടെ അവസാന ദിവസത്തിൽ കർത്താവേ, നിന്നെ ഏറ്റുപറഞ്ഞവരായ ഞങ്ങളെ ഏറ്റുപറയണമേ. നിന്റെ കൃപയാൽ ഞങ്ങളോട് ദയ ചെയ്യണമേ. നിന്റെ പ്രസാദത്തിലെല്ലാവരോടും കൂടെ നിന്റെ മണിയറയിൽ ഞങ്ങളെ പ്രവേശിപ്പിക്കണമേ. കർത്താവേ, ദുഃഖത്തിലിരിക്കുന്ന നിന്റെ ആളുകൾക്ക് ആശ്വാസ സമാധാനം നൽകണമേ. സർവ്വവിധ ദുരിതങ്ങളിലും വിഷമതകളിലും നീതരകെ കാത്തുകൊള്ളണമേ. നിന്റെ ആരാധനക്കാര കൂട്ടത്തെ നിന്റെ ചെറുകന്മേൽ മറച്ചുകൊള്ളണമേ. ദീർഘദർശിയായ മോശയുടെ പുസ്തകത്തിൽ നിന്നും അനന്തരം മോശെ മോവാബ് സമഭൂമിയിൽ നിന്ന് യെരിഹോവിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ വിശ്രാമങ്ങളിൽ കയറി. യഹോവ ദാൻവരയിലെ ആ ദേശമൊക്കെയും നഫ്താലി ദേശമൊക്കെയും എഫ്രൈമിന്റെയും മനീഷയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും
ഈന്തനഗരമായ യെരിഹോവിന്റെ താഴ്വീതി മുതൽ സോവാർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. അബ്രഹാമിനോടും ഇസഹാക്കിനോടും യാക്കോബിനോടും ഞാൻ നിന്റെ സന്തതിക്ക് കൊടുക്കുമെന്ന് സത്യം ചെയ്ത ദേശം ഇതുതന്നെ. ഞാനത് നിന്റെ കണ്ണിനെ കാണിച്ചു തന്നു, എന്നാൽ നീ അവിടേക്ക് കടന്നു പോവുകയില്ല എന്ന് യഹോവ അവനോട് കൽപ്പിച്ചു. അങ്ങനെ യഹോവയുടെ ദാസനായ മോശെ യഹോവയുടെ വചനപ്രകാരം അവിടെ മോവാബ് ദേശത്ത് വെച്ച് മരിച്ചു. അവർ അവനെ മോവാബ് ദേശത്ത് ബേത്പെയോരിനെതിരെ വരെ അടക്കി. എങ്കിലും ഇന്നുവരെയും അവന്റെ ശവക്കുഴിയുടെ സ്ഥലമാരും അറിയുന്നില്ല. മോശെ മരിക്കുമ്പോൾ അവന് 120 വയസ്സായിരുന്നു. അവന്റെ കണ്ണ് മങ്ങാതെ അവന്റെ ദേഹബലം ക്ഷയിക്കാതെയിരുന്നു. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് മോവാബ് സമഭൂമിയിൽ 30 ദിവസം കരഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ മോശയെ കുറിച്ച് ലാഭിക്കുന്ന കാലം തികഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഴിഞ്ഞുപോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിടം ഞങ്ങൾക്ക് സ്വർഗത്തിലുണ്ടെന്നറിയുന്നു. ഈ കൂടാരത്തിൽ ജനങ്ങിക്കൊണ്ട് ഞങ്ങൾ നഗ്നരായിട്ടല്ല ഉടുപ്പുള്ളവരായിരിക്കുന്നു എങ്കിൽ സ്വർഗീയമായ ഞങ്ങളുടെ പാർപ്പിടം അതിനു മീതെ ധരിപ്പാൻ വാഞ്ചിക്കുന്നു. ഉലിവാനല്ല മദ്യമായത് ജീവനാൽ നീങ്ങിപ്പോകേണ്ടതിന് മീതെ ഉടുപ്പാൻ ചെയ്യാൻ ഞങ്ങൾ ഈ കൂടാരത്തിൽ ഇരിക്കുന്നിടത്തോളം ഭയപ്പെട്ട് ഞരങ്ങുന്നു. അതിനായി ഞങ്ങളെ ഒരുക്കിയത് ആത്മാവിനെ ആചാരമായി തന്നിരിക്കുന്ന ദൈവം തന്നെ. ആകയാൽ ഞങ്ങളെല്ലായ്പ്പോഴും ധൈര്യപ്പെട്ട് ശരീരത്തിൽ വസിക്കുമ്പോഴൊക്കെ കർത്താവിനോടകന്ന് പരദേശികൾ ആയിരിക്കുന്നുവെന്ന് അറിയുന്നു. ആകയാൽ കാഴ്ചയാലല്ല വിശ്വാസത്താലത്രേ ഞങ്ങൾ നടക്കുന്നത്. ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിപ്പാൻ അധികം ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ശരീരത്തിൽ വസിച്ചാലും ശരീരം വിട്ടാലും ഞങ്ങൾ അവനെ പ്രസാദിപ്പിക്കുന്നവരാകുവാൻ അഭിമാനിക്കുന്നു. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. സഹോദരരെ, നാം അടക്കത്തോടും ഭയത്തോടും വണക്കത്തോടും ശ്രദ്ധിച്ച് നമ്മുടെ കർത്താവേ ശുശ്രൂഷയുടെ വിശുദ്ധേവൻഗേലിയോനിലെ ദൈവത്തിൻ ജീവനുള്ള വചനങ്ങളുടെ അറിയിപ്പിനെ കേൾക്കണം. സമാധാനമുണ്ടായിരിക്കട്ടെ. ജീവനിൽ രക്ഷയും പ്രസംഗിക്കുന്ന ജീവൻ നൽകുന്ന പുസ്തകമായ നമ്മുടെ കർത്താവേ ശുശ്രൂഷയായ വിശുദ്ധ ദൈവമായി ജീവന്റെ വചനമായ നമ്മുടെ ദൈവവും കർത്താവിന്റെ രക്ഷിതാവുമായ യേശുശിഷ്യായ നാളുകളിൽ പ്രകാരം പഠിപ്പിച്ചു. സമയത്ത് തന്റെ വീട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് അവർക്കായി യജമാനനായി നിയമിക്കപ്പെട്ട വിശ്വസ്തനും ബുദ്ധിമാനുമായ ദാസൻ ആരായിരിക്കും? തന്റെ യജമാനൻ വരുമ്പോൾ പ്രകാരം ചെയ്യുന്നതായി കാണുന്ന ദാസൻ ഭാഗ്യവാൻ. അവൻ തനിക്കുള്ള സകലത്തിന്മേലും മേലാവായി അവനെ നിയമിക്കുമെന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. എന്നാൽ ദുഷ്ടദാസൻ എന്റെ യജമാനൻ വരുവാൻ താമസിക്കുന്നുവെന്ന് മനസ്സുകൊണ്ട് ചിന്തിക്കുകയും തന്റെ കൂട്ടുകാരെ അടിപ്പാൻ തുടങ്ങുകയും മദ്യപാനികളോടുകൂടെ ഭക്ഷിക്കുകയും കുടിക്കുകയും ചെയ്താൽ അവൻ വിചാരിക്കാതിരിക്കുന്ന നാളിലും അറിയാത്ത നാഴികയും യജമാനൻ വന്ന് അവനെ പിരിക്കുകയും അവന്റെ അവകാശം കടവർത്തിക്കാതെ കൂട്ടത്തിലാക്കുകയും അവിടെ കരുതലും പല്ലുകടിയും ഉണ്ടാകും. ഓരോ മനുഷ്യൻ ദൂരദേശത്തേക്ക് പോകുമ്പോൾ അവൻ തന്റെ ദാസന്മാരെ വിളിച്ച് തന്റെ സമ്പാദ്യം അവരെ ഏൽപ്പിച്ചു. ഒരുത്തന് 5, ഒരുത്തന് 2, ഒരുത്തന് 1 കാലത്തിലെ ശക്തിക്ക് തക്കോണം കൊടുത്തിട്ട് ഉടൻ യാത്രയായി. 5 താലന്ത് വാങ്ങി പോയി അതുകൊണ്ട് കച്ചവടം ചെയ്ത് 5 കൂടി ലാഭമുണ്ടാക്കി.
ഒന്ന് വാങ്ങിയവനാകട്ടെ പോയി ഭൂമി കുഴിച്ച് യജമാനന്റെ ദ്രവ്യത്തെ ഒഴിച്ചു വെച്ചു. വളരെ കാലം കഴിഞ്ഞ ശേഷം ആ ദാസന്മാരുടെ യജമാനൻ വന്നവരോട് കണക്ക് ചോദിച്ചു. അപ്പോൾ 5 താലന്ത് വാങ്ങിയവൻ വേറെ 5 കൂടി കൊണ്ടിരുന്നു, എന്റെ യജമാനനെ എനിക്ക് 5 താലന്താണല്ലോ തന്നത്, ഇതാ അവയോടുകൂടെ വേറെ 5 കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നെന്ന് പറഞ്ഞു. യജമാനൻ, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, അല്പത്തിൽ നീ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാന പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അനന്തരം 2 താലന്ത് വാങ്ങിയവൻ മടക്കി ചെന്ന്, എന്റെ യജമാനനെ ഞാൻ 2 താലന്തല്ലോ എനിക്ക് നീ തന്നത്, ഇതാ അതിനോട് 2 വേറെ 2 കൂടി ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. ഈ യജമാനൻ അവനോട്, കൊള്ളാം, നല്ലവനും വിശ്വസ്തനുമായ ദാസ, നീ അല്പത്തിൽ വിശ്വസ്തനായിരുന്നു, അധികത്തിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ യജമാന പ്രീതിയെ പ്രാപിക്കുക എന്ന് പറഞ്ഞു. അതിന്റെ ശേഷം 1 താലന്ത് വാങ്ങിയവൻ മടക്കി വന്നു, എന്റെ യജമാനനെ നീ കഠിനനും വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ശേഖരിക്കുന്നവനുമാണെന്ന് എനിക്കറിയാമായിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ട് പോയി ഭൂമിയിൽ നിന്റെ താലന്ത് ഒളിച്ചു വെച്ചു, ഇതാ നിന്റേത് എന്ന് പറഞ്ഞു. യജമാനൻ അവനോട് മറുപടിയായിട്ട് പ്രകാരം പറഞ്ഞു, ദുഷ്ടനും മഠിനുമായ ദാസ, ഞാൻ വിതയ്ക്കാത്തത് കൊയ്യുന്നവനും വിതറാത്തത് ശേഖരിക്കുന്നവനുമാണെന്ന് നീ അറിഞ്ഞിരിക്കെ എന്റെ ദ്രവ്യം നീ പലിശയ്ക്ക് ഇടേണ്ടതായിരുന്നു, ഞാൻ വന്നതിൻ്റെ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ഇവനിൽ നിന്ന് ആ താലന്ത് വാങ്ങി 10 താലന്തുള്ളവന് കൊടുക്കും. എന്തെന്നാൽ ഉള്ളവന് കൊടുക്കപ്പെടും, അവന് വർദ്ധന ഉണ്ടാകുകയും ചെയ്യും, ഇല്ലാത്തവനിൽ നിന്നാകട്ടെ ഉള്ളതും കൂടി എടുക്കപ്പെടും. മടിയനും നായദാസനെ പുറത്ത് അന്ധകാരത്തിലേക്ക് തള്ളുകയും അവിടെ കരുതലും ബലികടിയും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും സമാധാനവും നിരപ്പും ഉണ്ടായിരിക്കട്ടെ. സങ്കടത്തോടും ദുഃഖത്തോടും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ശബ്ദത്തോടും കൂടെ കുറിയലായിസോൻ എന്ന പ്രതിവാക്യമായി ചൊല്ലണം. ആത്മാക്കളുടെയും സർവജനത്തിന്റെയും ദൈവവും ജീവന്റെയും മരണത്തിന്റെയും മേൽ അധികാരമുള്ളതുമായ മനുഷ്യരാനെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എനിക്ക് ശുശ്രൂഷിക്കുന്നതിന്റെ പിതാവായിരിക്കുന്നതായ വിശയാതവരായ എന്റെ ആയുഷ്കാലം മുഴുവൻ സുഹൃതവും പരിഹാരവുമായ ജീവിപ്പാനും നാശമില്ലാത്തതും ഒഴിവാത്തതുമായ നിത്യഭാഗ്യങ്ങൾക്ക് അവകാശികളായി തീരുവാനും ഞങ്ങളെ യോഗ്യരാക്കി തീർക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നിന്റെ പ്രകാശത്താൽ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നവരെ ഞങ്ങളെ സംബന്ധിപ്പിക്കുകയും പ്രകാശമുള്ള ദീപങ്ങളായ ദിവസത്തെ പ്രശോഭിപ്പാൻ ഞങ്ങൾക്ക് നീ കൃപ നൽകുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. പ്രകാശമായ വിശുദ്ധവും ദൈവീകവുമായ കുറ്റമില്ലാത്ത പ്രകാശത്തിന്റെ അതിരുകളാൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണം. ഈ അടങ്ങുകയും വിലയാളുകളെയും വിശ്വാസമുള്ള സൗന്ദര്യത്തെയും ബലമുള്ളതിന്റെ വലങ്കയാളെയും വാഴ്ത്തി നിന്നെ ഇഷ്ടപ്രവർത്തിച്ചിട്ടുള്ള സകല വിശുദ്ധന്മാരോടുകൂടെ പ്രകാശത്തിന്റെ കൂടാരങ്ങൾ വസിപ്പിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നാം ഉച്ചത്തിൽ 3 പ്രാവശ്യം പ്രിയലായ സോദരൻ ചൊല്ലണം. ആദ്യമായി സഭാവിദ്യാർത്ഥി ശുശ്രൂഷ ചെയ്ത ഒരു ഇടവകയിലെ അംഗമായിരുന്ന ഭർത്തവസ്തിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ പങ്കെടുക്കാം. പന്ത്രണ്ടാം സങ്കീർത്തനം 1-ാമത്തെ വാക്യം, യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും, വിശ്വസ്തന്മാർ കുറഞ്ഞു വരും. പ്രിയപ്പെട്ട അച്ഛൻ്റെ വേർപാടിനെ കുറിച്ച് കേൾക്കുമ്പോഴും ഓർക്കുമ്പോഴും എപ്പോഴും മനസ്സിൽ വരുന്ന ഭാഗം ഇതാണ്: യഹോവയെ രക്ഷിക്കണമേ, ഭക്തന്മാർ ഇല്ലാതെ പോകും, വിശ്വസ്തന്മാർ സഭയിൽ കുറഞ്ഞു വരും.
അനുഗ്രഹീതമായൊരു ഒട്ടത്തെ ശുശ്രൂഷയ്ക്ക് ശേഷം ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന പ്രിയപ്പെട്ട അച്ഛനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യും. എനിക്കൊരു 14 വയസ്സുള്ളപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ വികാരിയായി വന്ന് അനുഗ്രഹീതമായ ശുശ്രൂഷ നിർവഹിച്ചു. ഞങ്ങൾക്കെന്നും നല്ല ഓർമ്മയ്ക്ക് മുഖാന്തരമായ പ്രിയപ്പെട്ട അച്ഛനെ എല്ലായ്പ്പോഴും സന്തോഷത്തോടുകൂടിയാണ് ഞാൻ ഓർക്കുന്നത്. ഞാനൊരു വൈദിക സെമിനാരിലേക്ക് പോകാൻ തക്കണം എന്നെ പിന്നീട് ഒരുക്കുകയും പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട അച്ഛനാണ്. അന്ന് മുതൽ ഇന്ന് വരെ അച്ഛൻ കടന്നു പോകുന്ന നാളുകൾ വരെ ഈ അനുഗ്രഹീതമായ ബന്ധവും സന്തോഷകരമായ കൂട്ടായ്മയും അച്ഛനും കൊച്ചമ്മയും മോളും കുടുംബവും ഒക്കെ നൽകി തന്നവർ ഞാൻ സന്തോഷത്തോടുകൂടി സന്നിധിയിൽ ഓർക്കുന്നു. ഇവിടെ പലരും പറഞ്ഞതുപോലെ ഒരു മാതൃകാ പട്ടക്കാരൻ, വലിയ ഭാവഭേദങ്ങളൊന്നും കാണിക്കാതെ സ്വച്ഛമായി വലിയ ബഹളങ്ങളൊന്നും കൂട്ടാതെ അനുഗ്രഹകരമായി എല്ലാവരും ഒന്നിച്ച് കോർത്തിണക്കിക്കൊണ്ട് യേശു രക്ഷകൻ, യേശു ദൈവം, യേശു കർത്താവ് എന്ന് ഞങ്ങളെ പഠിപ്പിക്കുകയും മനസ്സിലാക്കുകയും സഭയോടും ദൈവത്തോടും സഭാ നേതൃത്വത്തോടും ബന്ധത്തിൽ വളരെ വിശ്വസ്തനായ അച്ഛൻ പ്രവർത്തിച്ചു. ആരോടും പരിഭവമില്ലാതെ, ഒന്നിനെക്കുറിച്ചും ഒരു മറുത്തു നിൽക്കാതെ എപ്പോഴും സഭയോട് ചേർന്ന് നിൽക്കാൻ പ്രിയപ്പെട്ട അച്ഛന് സാധിച്ചു. അച്ഛൻ്റെ ധന്യമായ ജീവിതത്തിന് വേണ്ടി ഇത്രത്തോളം പ്രവർത്തിയ അനുഗ്രഹീതമായ അനുഭവങ്ങൾക്ക് വേണ്ടി മരിക്കാൻ ഒരുങ്ങുന്നവർക്കാണ് നന്നായി ജീവിക്കാൻ കഴിയുന്നത് എന്നൊരു ചൊല്ലുണ്ട്. അത് വാസ്തവവും സത്യമാണ്. മരിക്കാൻ ഒരുങ്ങുന്നവർക്കാണ് നന്നായി ജീവിക്കാൻ കഴിയുക. അച്ഛൻ നന്നായി മരിക്കാൻ ഒരുങ്ങിയ ഒരാളാണ്. രോഗക്കിടക്കയിൽ മാത്രമല്ല, ഏതവസ്ഥയിലും വലിയ രോഗം, ഒരു ഡയബറ്റിക് പേഷ്യൻ്റായി വളരെ ദീർഘകാലം അച്ഛൻ ഉണ്ടായിരുന്നു. എന്നാൽ അച്ഛൻ്റെ രോഗക്കിടക്ക, മരണക്കിടക്ക എല്ലാവർക്കും സന്തോഷം തരുന്നുണ്ടായിരുന്നു. വളരെ പ്രത്യാശയോടുകൂടെ, ഒരുക്കത്തോടുകൂടെ താൻ പ്രിയം വെച്ച കർത്തൃസന്നിധിയിലേക്ക് വാങ്ങിപ്പോകുന്ന ഈ പ്രിയപ്പെട്ട അച്ഛനെ നമുക്ക് സന്തോഷത്തോടും ബഹുമാനത്തോടും വളരെ താല്പര്യത്തോടും കൂടി യാത്ര അയക്കാം. ആ വലിയ കാരുണ്യം തലമുറകളായി അവരനുഭവിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. വെളിപാട് പുസ്തകത്തിലേക്ക് നാം നോക്കുമ്പോൾ നാം എല്ലാവരും കാത്തു നിൽക്കുന്നതായ ദൈവാത്മാവിൻ്റെ ഒരു ശബ്ദം ഹൃദയോട് നമ്മുടെ കാതുകളിൽ പതിയുവാനായി നാം ഒരുങ്ങിയിരിക്കുന്നു. അത് മറ്റൊന്നുമല്ല, പതിച്ചാടി അവകാശി വരിക എന്നുള്ള ദൈവവിധി. ബഹുമാനയുടെ അച്ഛനെ കുറിച്ച് ഇവിടെ തിരുമേനി അനുസ്മരിച്ചതുപോലെ സഭയിലെ ശാന്തനായ ഒരു വട്ടക്കാരൻ ഇരുന്ന ഇടവുകളിലെല്ലാം തന്നെ വ്യക്തിമുദ്ര പതിപ്പിക്കത്തക്കവണ്ണം ശാന്തതയോടുകൂടെ ശുശ്രൂഷ നിർവഹിക്കുന്ന വട്ടക്കാരൻ. അച്ഛനെ സുസ്മേരവതനായിട്ട് അല്ലാതെ ഒരു സമയത്തും കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് മുഖം മാറിയതായിട്ട് യാതൊരു അനുഭവത്തിൻ്റെ മധ്യത്തിലും കണ്ടിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രത്യേകത നിറഞ്ഞിരുന്ന ഒരു മുഖമായിരുന്നു നമ്മിൽ നിന്ന് ഇന്ന് മറയും. അച്ഛൻ്റെ ശുശ്രൂഷകളെല്ലാം ഇവിടെ അനുസ്മരിച്ചതുപോലെ അനേകം അനുഗ്രഹത്തിന് മുഖാന്തരമായി ദീർഘനാളുകൾ അദ്ദേഹം രോഗിയായിരുന്നതുവരെയും ആരോടും ദൈവത്തോടും മനുഷ്യരോടും തന്നെ ശുശ്രൂഷിക്കുന്നവരെ കുറിച്ച് പരാതിയില്ലാതെ എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ദൈവം കൊടുത്തതാൽ തന്നെ കൃപകളെ ഓർത്ത് നന്ദിയോടുകൂടി ദൈവത്തിന് സ്തോത്രം ചെയ്ത് കഴിഞ്ഞാൽ ദൈവസാധനത്തിൽ സൃഷ്ടിക്കപ്പെട്ടവരെ കാണുവാൻ ഇറങ്ങി വരുന്ന തങ്ങളുടെ ഭവനത്തിലേക്ക് തങ്ങളായി പ്രവർത്തിക്കുന്നിടത്തേക്ക് ഇറങ്ങി വരുന്ന ദൈവത്തെ ഒരുക്കത്തോടുകൂടെ സ്വീകരിക്കുന്ന ഒരനുഭവം. അത് വേദപുസ്തകം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് മനുഷ്യൻ ഓടിച്ചെന്ന് കണ്ടെത്തുന്ന ഒരു അഭയസ്ഥാനമല്ല ദൈവസ്ഥാനം. പിന്നെയോ നമ്മെ അന്വേഷിച്ചു എന്നതാണ് ദൈവത്തെ നാം തിരിച്ചറിഞ്ഞ് ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടി സന്തോഷിക്കുന്നതാകുന്നു ദൈവസാന്നിധ്യത്തിൻ്റെതായിരിക്കുന്ന നന്മ. അവിടെ ആദവും ഹവ്വയും ഇരുവരും ഒരുപോലെ തന്നെ പ്രവർത്തനം നിർത്തി
ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായ ആ വലിയ പൈതൃകം, അതാണ് വർദ്ധിസായുടെ അനുഭവം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മിപ്പിക്കട്ടെ. അതിൻ്റെ പ്രതിച്ഛായയാണ്, പ്രതിരൂപമാണ് നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ വരയ്ക്കുന്നത്. എത്ര അലംഭാവത്തോടുകൂടിയാകുന്നു ആ കുടുംബ പ്രാർത്ഥനയിൽ നാം ശ്രദ്ധിക്കുന്നത് പ്രത്യേകിച്ചോ. പ്രായമായവർക്ക് വേണ്ടുന്നതല്ല, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായി കുടുംബ പ്രാർത്ഥന ചിന്തിക്കുന്ന ചില ഭവനങ്ങൾ ഉണ്ടോ എന്ന് ചോദ്യം. അത് ഓരോ ദിവസവും ദൈവത്തോട് ചിലവഴിക്കുന്നതാണ് ജീവിതത്തിൻ്റെ ധന്യമായ അനുഭവമാണ് വർദ്ധിസായ അനുഭവം. തന്നോടൊപ്പം ക്രൂശിതനായ അനുതാപ ഹൃദയത്തോടുള്ള തിരുത്തലിന് വിധേയനാക്കുവാനായി സന്നദ്ധരായ കള്ളനോട് കർത്താവ് പറഞ്ഞു, നീ തന്നോടുകൂടെ വർദ്ധിസായിലേക്ക് ഇനി. അത് നമ്മുടെ നഷ്ടപ്പെട്ടു പോയതാണ് ബന്ധം നമുക്ക് വീണ്ടും തരുവാൻ വേണ്ടി കർത്താവ് നമ്മുടെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നത്. അതാണ് യേശുക്രിസ്തുവിന്റെ കൃപയെന്ന് പറയുന്നത്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു സമ്പന്നരായിരുന്നു. അവന്റെ രാജ്യത്തിൽ നിങ്ങൾ സമ്പന്നരാകരുത്, നിങ്ങൾ നിമിത്തം ദരിദ്രനായിരുന്ന കൃപ ഓർക്കുന്നു. അത് ഇംഗ്ലീഷ് പരിഭാഷ കേൾക്കുമ്പോൾ വേറൊരു ശക്തികൾ നമ്മുടെ മനസ്സിൽ. You know the grace of our Lord Jesus Christ, Paul says. Though he was rich, he became poor for your sake, so that you may become rich through his poverty. വികലമായ മാനവീയതയിൽ